ഇസ്ലാം മതമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഇത്തരത്തിലുള്ള ജാതികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് എന്താണ്? ഹൈന്ദവരായാൽ പോലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈയിടയ്ക്ക് എനിക്ക് കണ്ട ഒരു ന്യൂസാണ്. അതായത് ഒരു സലഫി പള്ളിയിലേക്ക് പോയി നിസ്കരിച്ചതിന്റെ പേരിൽ തല്ലിയതായ ഒരു ദൃശ്യം ന്യൂസ് ചാനലിലൂടെ കാണാൻ വേണ്ടി ഇടയായി. ഇത് കണ്ടപ്പോൾ വളരെയധികം ദുഃഖം തോന്നി. കാരണം ഒരു നിസ്കരിക്കാൻ ഒരു പള്ളിയിലേക്ക് പോകുമ്പോൾ പോലും സലഫി പള്ളിയിലേക്ക് നിസ്കരിക്കാൻ സുന്നിയായ ഒരു മനുഷ്യൻ പോയപ്പോൾ അവിടെ തല്ലുകയാണ് ഉണ്ടായത്. അവിടെ നടന്നതായ ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ജനങ്ങൾ പോലും ഇപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോൾ വളരെ ദുഃഖമാണ് തോന്നുന്നത്. ആ മനുഷ്യൻ അവിടെ ചോദിച്ചു അത്രേ, സലഫി സംഘത്തിന്റെ അവിടുത്തെ ആൾക്കാരോട്, ഞാൻ പുറത്ത് വേണമെങ്കിൽ നിസ്കരിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടാണ് അദ്ദേഹം നിസ്കരിച്ചത്, അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് തല്ലിയത് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. വിശദീകരിച്ചിട്ട് ആ ഒരു വീഡിയോയിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ ഒരാൾ തന്നെ അദ്ദേഹത്തിന്റെ ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട്, ഇവിടെ ഒരു പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടാണ് ഉള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാർ പോലും ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുമ്പോൾ എന്തിനാണ് വെറുതെ തല്ലാൻ വേണ്ടി പോകുന്നത്? പള്ളി എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥലമാണ്. ഇവരുടെ കൂടെ നിസ്കരിച്ചില്ല എന്ന് കരുതി അവന് തല്ലാനാണോ പോകുന്നത്? ചില ആൾക്കാർക്ക് മറ്റും കുറെ ഇതൊക്കെ ഉണ്ടാകാം, മസ്ഹബുകളൊക്കെ ചേഞ്ച് ഉണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പോൾ സംഘം അവരുടെ സലഫി സംഘമാണ്, സുന്നി ഇതാണ് എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഒന്നിച്ച് നിസ്കരിക്കാൻ വേണ്ടി കഴിയില്ല എന്ന രീതിയിലായിരിക്കാം ആ ഒരു മനുഷ്യന് സെപ്പറേറ്റ് ആയിട്ട് നിസ്കരിക്കാൻ, ആ ഒരു നിസ്കാരം സ്വയ്യായില്ല എന്ന് കരുതിയിട്ടാകാം എന്താക്കിയത്, സെപ്പറേറ്റ് ആയിട്ട് നിസ്കരിച്ചത്. പക്ഷെ അതിന് പോലും വഴക്കുണ്ടാക്കി തല്ലുകൂടുകയാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വളരെ സങ്കടം തോന്നിപ്പോയി. ആ മനുഷ്യന്റെ മുഖത്തിൽ അടിച്ച് ഇവിടെ പൊട്ടിയിട്ട് അവിടെ പ്ലാസ്റ്ററാണ് ഒട്ടിച്ചിട്ടുള്ളത്. ന്യൂസ് ചാനലിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇവിടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇത്തരത്തിലുള്ള ആൾക്കാരെ ഈ സമൂഹത്തിൽ ഇനിയും നിങ്ങൾ വെച്ച് നടക്കുന്നുണ്ടല്ലോ. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നിങ്ങൾ വലിയ സ്ഥാനങ്ങളൊക്കെ കൊടുത്ത് ആ നാട്ടിൻ്റെ ആൾക്കാർ ഇവര് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ആൾക്ക് വലിയ സ്ഥാനമൊക്കെ നൽകി നിങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തിനെ സ്വീകരിച്ച് വലിയൊരു ആളാക്കി ഉണ്ടാകാം. അപ്പൊ അവരുടെ ഉള്ളടക്കം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട സമയമാണിത്. എല്ലാവരും ആ ഒരു വീഡിയോ കണ്ടു നോക്കണം. നിങ്ങൾ കണ്ടു നോക്കുക എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ആ ആള് തന്നെ അവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഇവിടെ സ്ക്രീനിലൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഒന്ന് കണ്ടു നോക്കൂ. കോഴിക്കോട് മുജാഹിദ് പള്ളിയിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥന നടത്തിയ സുന്നി യുവാവിന് ക്രൂരമർദ്ദനം. പ്രാർത്ഥനയ്ക്കിടെ പള്ളിയുടെ സംരക്ഷണ ചുമതലയുള്ളയാൾ മർദ്ദിക്കുകയും ചുണ്ടുകൾ കടിച്ചു പൊട്ടിക്കുകയും ചെയ്തെന്നാണ് പരാതി. പള്ളിയിലെത്തുന്ന വിശ്വാസികളെ മർദ്ദിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും പട്ടാളപ്പള്ളി ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോടുള്ള ബന്ധുവിനെ സന്ദർശിച്ച് കൊച്ചിയിലേക്ക് മടങ്ങുകയായിരുന്നു ഷമൂൺ. പ്രഭാത പ്രാർത്ഥനയ്ക്കായി മാനാഞ്ചിറക്കടുത്തുള്ള പട്ടാളപ്പള്ളിയിൽ കയറി. പെട്ടെന്ന് മടങ്ങേണ്ടതിനാൽ പള്ളിയുടെ അകത്ത് നടന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കാതെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. പള്ളിയുടെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്നയാൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചതിനെ ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തെന്ന് ഷമൂൺ. ഞാൻ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് നിസ്കരിച്ചു കഴിഞ്ഞു. പിന്നെ അയാൾ വന്നിട്ട് എന്താടോ തന്നെ ഒറ്റയ്ക്ക് നിസ്കരിച്ചു എന്ന് ചോദിച്ചു. ഇത് പുറത്തുനിന്നെല്ലാം നിസ്കരിക്കേണ്ടെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് വന്ന് അടിക്കുക ചെയ്തു. കടിച്ചു. എന്റെ ചെവി കടിച്ചു വലിച്ചു. എളുപ്പം എന്റെ ചുണ്ട് കടിച്ചു വലിച്ചു. രക്ഷപ്പെടാൻ പള്ളിക്ക് പുറത്തേക്ക് ഓടിയെങ്കിലും മതിലിൽ ചേർത്ത് നിർത്തി മർദ്ദിച്ചു. നിലത്ത് മറിച്ചിട്ട് ചുണ്ടുകൾ കടിച്ചു കീറി. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഷമൂണിന്റെ ചുണ്ടിൽ 8 തുന്നലുകൾ ഇട്ടിട്ടുണ്ട്. അപരിഷ്കൃതൻ എന്നർത്ഥം വരുന്ന ഖുറാഫി എന്ന് വിളിച്ചായിരുന്നു മർദ്ദനം. നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഒരാൾ വന്നിട്ട് ഇയാളോട് നിങ്ങൾ എന്താ തനിച്ച് നമസ്കരിച്ച്? ഇയാൾ പറഞ്ഞു ഞാൻ യാത്രക്കാരനാണ്, നിങ്ങൾ ഇവിടെ ഖുറാഫാത്ത് ഉണ്ടാക്കാൻ വന്നതാണ്, നിങ്ങൾക്കതാണ് പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വല്ലാത്ത രീതിയിൽ പ്രതികരിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു ഞാനൊന്നുമല്ല. പക്ഷെ അത് പറയലും പിന്നെ അടിയും കഴിഞ്ഞു. ടൗൺ സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മുജാഹിദ് വിഭാഗത്തിന്റെ നിയന്ത്രണത്തിൽ ഉള്ളതാണ് കോഴിക്കോട് പട്ടാളപ്പള്ളി. പള്ളിയിലെത്തുന്ന വിശ്വാസികളെ മർദ്ദിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും പള്ളി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. കണ്ടല്ലോ, ഈ ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് എന്താണ്? ഹൈന്ദവരായാൽ പോലും അവരെ നിങ്ങൾ ബഹുമാനിക്കണം, അവർക്ക് നിങ്ങൾ കൊടുക്കേണ്ട റെസ്പെക്ട് ഒക്കെ കൊടുക്കണം എന്നാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ പോക്ക് എങ്ങോട്ടാണ്? ഇസ്ലാം മതമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഇത്തരത്തിലുള്ള ജാതികൾക്ക് എന്താണ് ഇനി നിങ്ങൾക്ക് പറയാനുള്ളത്? ഹൈന്ദവരെ പോലും മറ്റുള്ള എല്ലാ മതസ്ഥരെ പോലും ഐക്യത്തോട് കാണുന്ന ഈ ഒരു ഇസ്ലാം മതത്തിൽ ഇത്തരത്തിലുള്ള ഭിന്നിപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നാണ് എൻ്റെ ചോദ്യം.
തീർച്ചയായും നിങ്ങൾക്ക് ഇതിനുള്ള മറുപടി നിങ്ങൾക്ക് നൽകാവുന്നതാണ്. കമൻറ്റ് ബോക്സ് ഓൺ ആയിട്ട് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇടാം. കമൻറ്റ് ബോക്സ് ഞാൻ ഒരിക്കലും ഓഫാക്കി വെക്കുന്നില്ല. ഞാൻ എത്രയോ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോയിൽ പോലും ഞാൻ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിട്ടില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത്തരത്തിലുള്ള ആൾക്കാർ പോലും ഉണ്ട് എന്ന് പറയുമ്പോൾ വളരെ വിഷമമാണ് ഉണ്ടാക്കുന്നത്. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ബോധമിട്ട് കൊടുക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആമീൻ. അള്ളാഹു ഇത്തരത്തിലുള്ള ആൾക്കാരെ തൊട്ട് നമ്മേവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. വളരെ സങ്കടകരമായ ഒരു വിഷയമായതുകൊണ്ട് നിങ്ങളോട് അറിയിക്കണമെന്ന് തോന്നി. ആയതുകൊണ്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.